നമസ്കാരം. 28 ഡേയ്സ് മാജിക് പ്രാക്ടീസിൻ്റെ 26th ഡേ ആണിന്ന്, 26ാമത്തെ ദിവസം. ഇന്നത്തെ നമ്മളുടെ ടാസ്ക് എന്ന് പറയുന്നത് തെറ്റുകളെ അനുഗ്രഹങ്ങൾ മാന്ത്രിക പരിവർത്തനം ചെയ്യുന്നതാണ്. ഓപ്ര വിൻഫ്രേ പറയുന്ന മാധ്യമ പ്രമുഖയും ബിസിനസ്സുകാരിയും പറഞ്ഞിട്ടുള്ള ഒരു വാചകമുണ്ട്: നിങ്ങളുടെ മുറിവുകൾ അറിവാക്കി മാറ്റുക എന്ന്. ഓരോ തെറ്റും വേഷം മാറിയെത്തുന്ന അനുഗ്രഹമാണ്. ഇന്നത്തെ മാന്ത്രിക പരിശീലനം അത്. എന്തെന്നാൽ ഓരോ തെറ്റിലും യഥാർത്ഥത്തിൽ അറിയപ്പെടാത്ത അനുഗ്രഹങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് നമ്മൾ കണ്ടെത്താൻ പോവുകയാണ്. ഒരു സൈക്കിൾ ചവിട്ടാൻ പഠിക്കുമ്പോഴും എഴുതുമ്പോഴും ഒരു കുട്ടി നിരവധി തെറ്റുകൾ വരുത്തുന്നു. എന്നാൽ നമ്മളത് കാര്യമാക്കാറില്ല. കാരണം നമുക്കറിയാം അവരുടെ തെറ്റുകളിലൂടെ അവരത് പഠിക്കുമെന്നും കാലക്രമേണ അവർ ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യത്തിൽ മിടുക്കരായിരിക്കുമെന്നും. അങ്ങനെയെങ്കിൽ മുതിർന്നവർ എന്തിനാണ് തങ്ങൾ തെറ്റിപ്പോകുമ്പോൾ ഇത്രമാത്രം ആകുലചിത്തരാകുന്നത്? കുട്ടികളിൽ നാം പ്രയോഗിക്കുന്ന അതേ നിയമം നമുക്കും ബാധകമാണ്. നമ്മളെല്ലാവരും തെറ്റ് ചെയ്യാറുണ്ട്. തെറ്റുകൾ ചെയ്യുന്നില്ലെങ്കിൽ നമ്മളൊന്നും പഠിക്കില്ല. നമ്മൾ മിടുക്കന്മാരോ ബുദ്ധിയുള്ളവരായോ വളരുകയില്ല. തെറ്റുകൾ ചെയ്തതാണ് ശരി ഏതെന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പം ആകർഷണ നിയമപ്രകാരം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ചിലപ്പോൾ തെറ്റുകൾ വരാം. നമ്മളുടേതായ തിരഞ്ഞെടുപ്പുകൾക്ക് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതിനർത്ഥം തെറ്റുകൾ വരുത്താനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നാണ്. തെറ്റുകൾ വേദനിപ്പിക്കും. എന്നാൽ നമ്മൾ വരുത്തിയ തെറ്റുകളിൽ നിന്നും നമ്മളൊന്നും പഠിക്കുന്നില്ലെങ്കിൽ ആ വേദനയിൽ അർത്ഥമില്ല. യഥാർത്ഥത്തിൽ ആകർഷണ നിയമപ്രകാരം ഒരേ തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുകയും അതിൻ്റെ അനന്തരഫലങ്ങൾ നമ്മളെ അത്രയേറെ വേദനിപ്പിച്ച് ഒടുവിൽ നമ്മൾ അതിൽ നിന്ന് പഠിക്കുകയും ചെയ്യുന്നത് വരെ ഇത് തുടരും. ഇതാണ് തെറ്റുകൾ നമ്മളെ വേദനിപ്പിക്കുന്നതിന് കാരണം. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും അത് ആവർത്തിക്കാതിരിക്കാൻ നോക്കുകയും ചെയ്യും. തെറ്റിൽ നിന്ന് പഠിക്കാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് തെറ്റ് നമ്മൾ അംഗീകരിക്കുക എന്നാണ്. ഇതാണ് പലരും ചെയ്യാതിരിക്കുന്നതും. പകരം അവരുടെ തെറ്റുകൾക്ക് അവർ മറ്റാരെയെങ്കിലും പഴിച്ചുകൊണ്ടിരിക്കും. നമുക്കൊരു കാര്യമെടുക്കാം. അമിത വേഗതയ്ക്ക് നമ്മളെ പോലീസ് പിടിക്കുകയും പിഴ ചുമത്തുകയും ചെയ്തു എന്നിരിക്കട്ടെ. നമ്മൾ അമിത വേഗതയിൽ വണ്ടി ഓടിച്ചു എന്നതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിന് പകരം പോലീസ് ഹൈവേയിലെ കുറ്റിക്കാട്ടിൽ പതുങ്ങിയിരുന്ന് പിടിക്കുകയായിരുന്നെന്നും അവരെ കാണാൻ കഴിഞ്ഞില്ലെന്നും അവരുടെ കയ്യിൽ റഡാർ ഗൺ ഉണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് നമ്മൾ പിടിക്കപ്പെട്ടെന്നും പഴി പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ തെറ്റ് നമ്മളുടേതാണ്. എന്തെന്നാൽ വേഗത തിരഞ്ഞെടുത്തത് നമ്മളാണ്. നമ്മുടെ തെറ്റിനെ മറ്റുള്ളവരെ പഴിചാരാനുള്ള പ്രശ്നം നമ്മൾ ആ തെറ്റിൻ്റെ വേദനയും അനന്തരഫലങ്ങളും അനുഭവിച്ചുകൊണ്ടേയിരിക്കേണ്ടി വരുമെന്നാണ്. നമ്മൾ അതിൽ നിന്ന് ഒന്നും പഠിക്കുന്നില്ലെങ്കിൽ ഈ കളി തുടർന്നുകൊണ്ടേയിരിക്കും. അതേ തെറ്റ് തന്നെ വീണ്ടും വീണ്ടും നമ്മൾ ആകർഷിച്ചുകൊണ്ടിരിക്കും. നമ്മളൊരു മനുഷ്യജീവിയാണ്. നമ്മൾക്ക് തെറ്റുകൾ സംഭവിക്കും. മനുഷ്യൻ എന്ന നിലയിൽ അത് വളരെ മനോഹരമായ കാര്യങ്ങളിലൊന്നാണ്. എന്നാൽ നിങ്ങളുടെ തെറ്റുകളിൽ നിന്ന് നിങ്ങൾ പഠിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിരവധി അനാവശ്യമായ വ്യാകുലതകൾ ഉണ്ടാവും. എങ്ങനെയാണ് നമ്മളൊരു തെറ്റിൽ നിന്നും പഠിക്കുന്നത്? കൃതജ്ഞത. എന്തെങ്കിലും ഒന്ന് മോശമായി സംഭവിച്ചാലും കാര്യമാക്കേണ്ടതില്ല. എല്ലായ്പ്പോഴും കൃതജ്ഞത അർപ്പിക്കാനുള്ള കാര്യങ്ങൾ നിരവധി ഉണ്ടാകും. ഒരു തെറ്റിൽ നമ്മൾ നോക്കിയാൽ കൃതജ്ഞത അർപ്പിക്കാനുള്ള നിരവധി കാര്യങ്ങൾ കാണാൻ കഴിയും. അങ്ങനെ ഒരു തെറ്റിനെ അനുഗ്രഹങ്ങളാക്കി നമ്മൾക്ക് മാന്ത്രിക പരിവർത്തനം നടത്താനാവും. തെറ്റുകൾ കൂടുതൽ തെറ്റുകളെ ആകർഷിക്കും, അനുഗ്രഹങ്ങൾ കൂടുതൽ അനുഗ്രഹങ്ങളെയും. എന്താണ് നമ്മൾക്ക് സ്വീകാര്യം? ഇന്ന് നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ വരുത്തിയ ഒരു തെറ്റിനെപ്പറ്റി ചിന്തിക്കുക. അതൊരു വലിയ തെറ്റാണോ ചെറിയ തെറ്റാണോ എന്നൊരു കാര്യമില്ല. ചിന്തിക്കുമ്പോഴൊക്കെ നമ്മളെ വേദനിപ്പിക്കുന്ന തെറ്റ് തിരഞ്ഞെടുക്കുക. ഒരു പക്ഷേ നമ്മളോട് അടുപ്പമുള്ള ഒരാളുമായി നമ്മൾ ദേഷ്യപ്പെടുകയും അതിനുശേഷം അവരുമായുള്ള ബന്ധം അത്ര സുഖകരമല്ലാതിരിക്കുകയും ചെയ്യുന്നതാകാം. ഒരുപക്ഷെ ആരെയെങ്കിലും സംരക്ഷിക്കാൻ നമ്മൾ ഒരു നിർദോഷപരമായ കളവ് പറയുകയും അതേ തുടർന്ന് നമ്മൾ പ്രതിസന്ധിയിലാകുകയും ചെയ്തതാകാം. നമ്മളൊരു പക്ഷേ എന്തിൻ്റെയൊക്കെയോ തരം താഴ്ന്ന പക്ഷം തിരഞ്ഞെടുത്തിരിക്കാം. പിന്നീട് ഇത് ആകെ കുഴപ്പത്തിലായി നമ്മൾക്ക് വൻ വില കൊടുക്കേണ്ട സാഹചര്യത്തിൽ എത്തിച്ചേക്കാം. ഏതെങ്കിലും കാര്യത്തിൽ ശരിയായ തീരുമാനമെടുത്തതായി നമ്മൾ കരുതുമ്പോഴായിരിക്കാം അത് പൂർണ്ണമായും തിരിച്ചടിക്കുന്നത്. ഒരിക്കൽ തെറ്റിനെ അനുഗ്രഹങ്ങളായ മാന്ത്രിക പരിവർത്തനം ചെയ്യാൻ നമ്മൾ തിരഞ്ഞെടുത്താൽ കൃതജ്ഞതയോടെ ഇരിക്കാനുള്ള കാര്യങ്ങൾ കണ്ടെത്തണം. നിങ്ങളെ സഹായിക്കാൻ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ 2 കാര്യങ്ങൾ ചോദിക്കാം. തെറ്റിൽ നിന്നും ഞാൻ എന്താണ് പഠിച്ചത്? തെറ്റിനെ തുടർന്നുണ്ടായ നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ്? എല്ലാ തെറ്റിലും നമ്മൾ കൃതജ്ഞത പ്രകാശിപ്പിക്കേണ്ട പ്രധാന കാര്യങ്ങൾ അവയിൽ നിന്നും പഠിച്ച കാര്യങ്ങളാണ്. തെറ്റെന്താണെന്നുള്ളത് കാര്യമില്ല. എല്ലായ്പ്പോഴും ധാരാളം നല്ല കാര്യങ്ങൾ അവയിൽ ഉണ്ടാകുകയും അത് നമ്മുടെ ഭാവി മികച്ചതാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇതേപ്പറ്റി വളരെ ശ്രദ്ധാപൂർവം ചിന്തിച്ചാൽ നമ്മൾക്ക് നന്ദി പ്രകാശിക്കാൻ പറ്റുന്ന 10 അനുഗ്രഹങ്ങൾ കണ്ടെത്താനാകുമോ എന്ന് നോക്കുക. നമ്മൾ കണ്ടെത്തുന്ന എല്ലാ അനുഗ്രഹത്തിനും മാന്ത്രിക ശക്തിയുണ്ട്. അത് നമ്മൾ ബുക്കിൽ എഴുതി വെക്കുക, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുക. അമിത വേഗതയ്ക്ക് പോലീസ് പിടിച്ചാൽ പിഴയെടുക്കേണ്ടി വന്നാൽ നമ്മൾ എന്താണ് എഴുതേണ്ടത്? ഞാൻ എനിക്ക് തന്നെ ദോഷം ചെയ്യാനിടയുള്ളതിൽ നിന്നും പോലീസ് എന്നെ സംരക്ഷിക്കാൻ ആഗ്രഹിച്ചത് ഞാൻ പോലീസിന് കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നു. എന്തായാലും അവർ എൻ്റെ സുരക്ഷയാണ് ആഗ്രഹിച്ചത്. എനിക്ക് പോലീസിനോട് നന്ദിയുണ്ട്. എന്തെന്നാൽ ഞാൻ എന്നോട് തന്നെ സത്യസന്ധത പുലർത്തുകയാണെങ്കിൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ നന്നായി ചിന്തിക്കുമായിരുന്നു. റോഡിൽ ശ്രദ്ധ കൊടുത്തിരുന്നില്ല. ഞാൻ പോലീസിനോട് കൃതജ്ഞതയുള്ളവനാണ്. കാരണം മാറ്റേണ്ട ടയറും വെച്ചാണ് ഞാൻ എന്നെ തന്നെ അപകടപ്പെടുത്തുന്ന വേഗത എടുത്തത്.
ശ്രദ്ധയിലേക്ക് എന്നെ ഉണർത്തിയതിന് എനിക്ക് പോലീസിനോട് നന്ദിയുണ്ട്. വണ്ടി നിർത്തിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ വേഗത എത്രയാണെന്ന് നോക്കി ഭാവിയിൽ ശ്രദ്ധയോടെ ഡ്രൈവ് ചെയ്യാൻ അത് സഹായകമായി. എനിക്ക് പോലീസിനോട് നന്ദിയുണ്ട്. കാരണം അമിത വേഗതയിലും പോലീസ് പിടിക്കാതെയും അപകടത്തിൽ പെടാതെയും ഇരിക്കാൻ എനിക്ക് കഴിയുമെന്ന് ഞാൻ എങ്ങനെയോ കരുതിയിരുന്നു. പോലീസിൻ്റെ ഗൗരവം എന്നെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പ്രാപ്തനാക്കി. ഞാൻ എന്നെയും മറ്റുള്ളവരെയും അപകടപ്പെടുത്തുമെന്നുള്ള യാഥാർത്ഥ്യം. ഞാൻ പോലീസിനോട് നന്ദിയുള്ളവനാണ്. എന്തെന്നാൽ മറ്റു ഡ്രൈവർമാരുടെ അമിത വേഗത മൂലം എൻ്റെ കുടുംബം അപകടത്തിൽപ്പെട്ടാൽ തീർച്ചയായും പോലീസ് ഈ അമിത വേഗക്കാരെ തടയണമെന്ന് ഞാൻ ആഗ്രഹിക്കും. ഞാൻ ശരിക്കും പോലീസ് എന്ന ജോലിയോട് നന്ദിയുള്ളവനാണ്. റോഡിൽ ഓരോ വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും സുരക്ഷ അവർ ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾക്ക് ഇതേ ഒരു കാര്യം പല രീതിയിൽ നമുക്ക് എഴുതാൻ കഴിയും. ഇനിയും എഴുതാം. ഞാൻ പോലീസിനോട് നന്ദിയുള്ളവനാണ്. ഹൃദയം തകർക്കുന്ന കാഴ്ചകളാണ് അവർക്ക് നിത്യവും കാണേണ്ടി വരിക. എൻ്റെ കുടുംബത്തിൻ്റെയും ജീവിത സംരക്ഷണത്തിനാണ് അവർ ശ്രമിക്കുന്നത്. ഞാൻ പോലീസിനോട് നന്ദിയുള്ളവനാണ്. ഞാൻ വീട്ടിൽ സുരക്ഷിതനായി എത്തുന്നുവെന്ന് അവർ ഉറപ്പുവരുത്തുന്നു. ഞാൻ സാധാരണ ചെയ്യുന്നത് പോലെ എൻ്റെ കുടുംബത്തിനടുത്തേക്ക് എത്തിച്ചേരുന്നു. എനിക്ക് പോലീസിനോട് നന്ദിയുണ്ട്. എന്തെന്നാൽ എൻ്റെ വേഗത നിയന്ത്രിക്കാനാകുമായിരുന്ന സാധ്യമായ എല്ലാ അനന്തരഫലങ്ങളും നോക്കിയാൽ പോലീസ് എന്നെ പിടിച്ചത് നിരുപദ്രവകരമായൊരു കാര്യമാണ്. മാത്രമല്ല അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായി തീരുകയും ചെയ്യാം. അങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ ചെയ്തു പോയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ ഇതുപോലെ തന്നെ പല രീതിയിൽ നമുക്ക് എഴുതാൻ കഴിയും. അതിൽ ഏതെങ്കിലും ഒരു വഴി തിരഞ്ഞെടുത്ത് എഴുതുക. അപ്പോൾ നമുക്ക് തെറ്റുകളെ അനുഗ്രഹങ്ങളാക്കി മാറ്റുന്ന മാന്ത്രിക പരിവർത്തനത്തിന് അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ പറയാം. രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മളുടെ അനുഗ്രഹങ്ങളെല്ലാം എണ്ണുക. 10 അനുഗ്രഹങ്ങളുടെ പട്ടിക തയ്യാറാക്കുക. എന്തുകൊണ്ടാണ് നമ്മളതിൽ നന്ദിയുള്ളവരായിരിക്കുന്നതെന്ന് എഴുതുക. പട്ടിക ആവർത്തിച്ച് വായിക്കുക. ഓരോ ആഗ്രഹത്തിനും താഴെ നന്ദി 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 എന്ന് പറയുക. ഈ ആഗ്രഹത്തിന് പരമാവധി കൃതജ്ഞത ഉൾക്കൊള്ളുക. ഇത് എഴുതുന്ന സമയത്തൊക്കെ നമ്മുടെ മുഖത്ത് അത്രയ്ക്ക് സന്തോഷം വേണം. നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഒരു തെറ്റ് തിരഞ്ഞെടുക്കുക. ആ തെറ്റിൻ്റെ ഫലമായി വന്ന നിങ്ങൾ കൃതജ്ഞത പ്രകാശിപ്പിക്കുന്ന 10 അനുഗ്രഹങ്ങൾ കണ്ടെത്തി എഴുതി വെക്കുക. അനുഗ്രഹങ്ങൾ കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കുന്ന നിങ്ങളോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കാം. ഞാൻ എന്താണ് എൻ്റെ തെറ്റിൽ നിന്ന് പഠിച്ചത്? ആ തെറ്റിൽ നിന്നുണ്ടായ നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്നിട്ട് രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ്, ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് മാന്ത്രികക്കല്ല് കയ്യിൽ പിടിച്ച് ഇന്ന് സംഭവിച്ച ഏറ്റവും നല്ല കാര്യത്തിന് മാന്ത്രിക വാക്കായ നന്ദി പറയണം. അങ്ങനെ നമ്മുടെ 26 ഡേയ്സ് വിജയകരമായിട്ട് നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനി 2 ദിവസം കൂടി ഉള്ളൂ നമ്മളുടെ ഈ ജേർണി പൂർത്തിയാക്കാൻ. അപ്പോൾ ചിലർക്കൊക്കെ മുടങ്ങിപ്പോയിട്ടുണ്ടാവാം. അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പുറകോട്ട് ഒരു 3 ദിവസം ബാക്ക് അടിച്ച് ചെയ്താൽ മതി. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം, നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിക്കും. അതിന് യാതൊരു സംശയമില്ല. ശരിക്കും ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കുക എന്നുള്ളത് നമ്മൾക്ക് ഇതിൽ നിന്നും തെറ്റുകൾ പറ്റിയാൽ ആ തെറ്റ് നമ്മൾ സമ്മതിക്കാൻ പഠിക്കണം. എൻ്റെ തെറ്റാണ്, ഒരു ക്ഷമ പറയാൻ പഠിക്കണം. അല്ലാണ്ട് മറ്റുള്ളവരുടെ മേൽ എപ്പോഴും പഴിച്ചാരല്ലേ. തെറ്റു പറ്റി അല്ലെ തെറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ ആ ആളിനോട് സോറി പറയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതുപോലെ തന്നെ നമ്മൾ അവരെ പഴിചാരാതെ ആ തെറ്റിൽ നിന്ന് നന്മ കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ മറ്റ് വീഡിയോസിൻ്റെ ചാറ്റിലൊക്കെ കമൻറ്റ് ബോക്സിലൊക്കെ ലിങ്ക് കാണും. അതിൽ ജോയിൻ ചെയ്താൽ ഫ്രീ ക്ലാസ്സസും പെയ്ഡ് ക്ലാസ്സസും ഒക്കെ ഉണ്ടാവും. അത് നമുക്ക് താല്പര്യമുള്ള അനുസരിച്ച് ജോയിൻ ചെയ്യാൻ കഴിയും. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.